ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിലെ അടുത്ത ടോപ്പിക്കായ ഹൗസ് റെൻ്റ് അലവൻസ് അഥവാ HRA ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ഹൗസ് റെൻ്റ് അലവൻസ് അഥവാ HRA. HRA is given to an employee to meet the expenditure on rented accommodation. അതായത് ഹൗസ് റെൻ്റ് അലവൻസ് കൊടുക്കുന്നത് എംപ്ലോയി റെന്റ് കൊടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയിക്ക് കിട്ടുന്ന അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. എംപ്ലോയി റെന്റ് കൊടുത്ത് വാടക കൊടുത്ത് ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അതായത് എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ് അഥവാ HRA എന്ന് നമ്മൾ പറയുന്നത്. HRA is exempt to the extent of the least of the following. HRA എന്താണ് ഫുള്ളി ടാക്സബിൾ അലവൻസ് അല്ല, പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സംഷൻ വരുന്നത് നോക്കുക. HRA is exempt to the extent of the least of the following. താഴെ പറയുന്നതിൽ ഏതാണോ ലീസ്റ്റ്, ഏതാണോ ചെറുത്, അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കേസ് പറയുന്നത് എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. അതായത് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് എംപ്ലോയിക്ക് എത്രയാണോ ആക്ച്വൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ആ എമൗണ്ട് ആണ് എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. സെക്കൻഡ് വൺ, റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞ എംപ്ലോയി റെന്റ് കൊടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ സമയത്ത് കിട്ടുന്ന അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെന്റ് പെയ്ഡ് എത്രയാണോ എംപ്ലോയി റെന്റ് കൊടുക്കുന്നത് മൈനസ് 10% ഓഫ് സാലറി, സാലറിയുടെ 10%. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആണ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻ റെസ്പെക്ട് ഓഫ് റെലവൻറ്റ് പീരീഡ്. അതായത് നമ്മളിവിടെ അതായത് എത്രയാണോ റെന്റ് കൊടുത്ത് നിൽക്കുന്നത് അത്ര വരെയുള്ള പീരീഡിന്റെ എന്താണ് ആ ഒരു പീരീഡാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 മാസമാണ് റെന്റ് കൊടുത്ത് വെക്കുന്നെങ്കിൽ 10 മാസത്തെയാണ് നമ്മൾ കാണുന്നത്. ദെൻ മൂന്നാമത്തെ കേസ് 50% ഓഫ് സാലറി ഇൻ ദ കേസ് ഓഫ് അക്കോമഡേഷൻ അറ്റ് മുംബൈ, കൊൽക്കത്ത, ഡൽഹി ആൻഡ് ചെന്നൈ. മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ ഈ പറയുന്ന 4 പ്ലേസിലാണെങ്കിൽ 50% ഓഫ് സാലറിയും മറ്റ് അതർ പ്ലേസ് ആണെങ്കിൽ 40% ഓഫ് സാലറിയുമാണ് നമ്മൾ കാണേണ്ടത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ ഈ പറയുന്ന 4 പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ, സിറ്റിയാണ് തന്നിട്ടുള്ളതെങ്കിൽ 50% ഓഫ് സാലറിയും അതർ പ്ലേസിലാണെങ്കിൽ 40% ഓഫ് സാലറിയും നമ്മൾ കാണണം. ഇനി സാലറി എന്ന് പറയുമ്പോൾ നോക്കുക, അതായത് സാലറി ഫോർ ദി പർപ്പസ് ഓഫ് HRA എന്ന് പറയുന്നത് സിമിലർ ഇൻ ദ കേസ് ഓഫ് ഗ്രാറ്റുവിറ്റി ആണ്. ഗ്രാറ്റുവിറ്റിയിൽ നമ്മൾ അതർ എംപ്ലോയീസിൻ്റെ കേസ് നമ്മൾ പറയുന്നില്ലേ, അതായത് നോട്ട് കവേർഡ് അണ്ടർ PGA, അതിൽ പറയുന്ന ആ ഒരു കാറ്റഗറി തന്നെയാണ് ഇവിടെയും വരുന്നത്. സാലറി ഫോർ ദി പർപ്പസ് ഓഫ് HRA ഈസ് സിമിലർ ആസ് ഇൻ ദ കേസ് ഓഫ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റിയുടെ കേസിൽ വരുന്ന എന്തൊക്കെയായിരുന്നു? ഒന്ന് ബേസിക് സാലറി പ്ലസ് DP, ഡിയർനെസ് പേ എല്ലാത്തിലും വരും. ദെൻ DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ, DA forming part of pay, then fixed percentage of commission, fixed percentage of commission on sales target ആണ്. അപ്പോൾ സാലറി, അതായത് HRAയുടെ കേസിൽ സാലറി ഇപ്പം നമ്മളിവിടെ പറഞ്ഞില്ലേ 10% ഓഫ് സാലറി, 50% ഓഫ് സാലറി, 40% ഓഫ് സാലറി. സാലറി എന്ന് പറയുമ്പോൾ അവിടെ എടുക്കേണ്ടത് ഒന്ന് ബേസിക് സാലറി, ഡിയർനെസ് പേ, ഡിയർനെസ് അലവൻസ്, ഫോമിംഗ് പാർട്ട് ഓഫ് പേ, ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. ഈ 4 കാര്യങ്ങളല്ലാതെ നമുക്കൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ വെറും DA തന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് നോക്കാം, HRA പെയ്ഡ് ടു ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ജഡ്ജസ് ഈസ് ഫുള്ളി എക്സംപ്റ്റ്. അതായത് ഹൈക്കോർട്ട് ജഡ്ജസിനോ സുപ്രീം കോർട്ട് ജഡ്ജസിനോ കൊടുക്കുന്ന HRA എന്ന് പറയുന്നത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഓൺ HRA ഈസ് അവൈലബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് ആൻ എംപ്ലോയി ഹു പേസ് റെന്റ്. അതായത് എംപ്ലോയി റെന്റ് കൊടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുമോ എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടും. ചിലപ്പോൾ ഇപ്പോൾ എംപ്ലോയി റെന്റ് കൊടുത്ത് താമസിക്കുന്നില്ല, സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക, പക്ഷേ ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഹൗസ് റെന്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. എംപ്ലോയി റെന്റ് കൊടുക്കുന്ന കേസിൽ മാത്രമേ എംപ്ലോയിക്ക് എന്ത് കിട്ടൂ? എക്സംഷൻ കിട്ടും. എംപ്ലോയി റെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ HRA റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും ടാക്സബിൾ ആണ്. അപ്പോൾ എക്സംഷൻ കിട്ടുന്നത് എംപ്ലോയി റെന്റ് കൊടുക്കുന്ന കേസിൽ മാത്രമാണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇഫ് ദ എംപ്ലോയി പേസ് റെന്റ് വിച്ച് ഈസ് ലെസ് ദാൻ 10% ഓഫ് സാലറി HRA ഈസ് ഫുള്ളി ടാക്സബിൾ. അതായത് നമ്മുടെ സെക്കൻഡ് കണ്ടീഷനിൽ പറഞ്ഞ റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി എന്ന് പറയുന്നില്ലേ, അപ്പോൾ ഇവിടെ എപ്പോഴും റെന്റ് പെയ്ഡ് ആയിരിക്കണം കൂടുതൽ, അതായത് റെന്റ് കൊടുക്കുന്നത് സാലറിയുടെ 10%-നേക്കാൾ കൂടുതലായിരിക്കണം.
ഇനി റെന്റ് പെയ്ഡ് സാലറിയുടെ 10% കുറവാണെങ്കിൽ ആ കുറയുന്ന കേസിൽ ഫുള്ളി എമൗണ്ടും, അതായത് HR റിസീവ് ചെയ്യുന്ന മൊത്തം എമൗണ്ടും ടാക്സബിൾ ആണ്. അതായത് റെന്റ് കൊടുക്കുന്നത് സാലറിയുടെ 10% കൂടുതലാവണം, എന്നാലേ HRക്ക് ഈ എക്സംഷൻ കിട്ടും. ഇനി അത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പം നമുക്ക് എന്താണ്, റെന്റ് കൊടുക്കുന്നത് സാലറിയുടെ 10% കുറവാവുന്ന കേസിൽ നമുക്ക് എക്സംഷൻ ഇല്ല. ആക്ച്വലി എത്ര റിസീവ് ചെയ്യുന്നത് ഫുള്ളി ടാക്സബിൾ ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ HRA എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് എംപ്ലോയി റെന്റ് കൊടുത്ത് താമസിക്കുന്ന എൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ലിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സംപ്റ്റ് ആണ്. അതിൽ എല്ലാ എംപ്ലോയീസിനും സെയിം തന്നെയാണ്. ദെൻ ഒന്ന് എന്താണ്, എമൗണ്ട് ഓഫ് HRA, ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. രണ്ടാമത്തെ റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. മൂന്നാമത്തെ കേസ് 50% ഓഫ് സാലറി ഇൻ ദ കേസ് ഓഫ് അക്കോമഡേഷൻ അറ്റ് മുംബൈ, കൊൽക്കത്ത, ഡൽഹി ആൻഡ് ചെന്നൈ ആൻഡ് 40% ഇൻ അതർ കേസസ്. ഇതിലേതാണോ ലീസ്റ്റ് അത് എക്സംപ്റ്റ് ആണ്. ഇനിയിപ്പോൾ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കണ്ടീഷൻ ആണെങ്കിൽ ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം, അത് കുറക്കണം. ഇനി ആക്ച്വൽ എമൗണ്ട് ആണ് എക്സംപ്റ്റ് എങ്കിൽ ഗ്രാറ്റുവിറ്റി നോട്ട് ടാക്സബിൾ നില്ലെന്ന് കാണിക്കാം നമുക്ക്. അപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കണ്ടീഷൻ ആണ് ലീസ്റ്റ് എങ്കിൽ, ഏറ്റവും ചെറുതെങ്കിൽ ആക്ച്വലി നമുക്ക് റിസീവ് ചെയ്യുന്ന HRA, അതായത് ഒന്നാമത്തെ കണ്ടീഷനിൽ നിന്ന് ഈ ഒരു ലീസ്റ്റ് ആയ എമൗണ്ട് കുറച്ചിട്ട് ബാക്കി ടാക്സബിൾ ആണ്. ഇനി ആക്ച്വൽ എമൗണ്ട് ആണ് ലീസ്റ്റ് എങ്കിൽ എന്താണ്, നമുക്കൊന്നും ടാക്സ് കൊടുക്കാൻ ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞത് സാലറി എന്ന് പറയുമ്പോൾ അവിടെ എടുക്കേണ്ടത് ബേസിക് സാലറി എടുക്കണം, DP, DA ഫോമിംഗ് പാർട്ട് ഓഫ് എ, പിന്നെ ദെൻ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ പിന്നെ പറയുന്നത് എക്സംഷൻ കിട്ടുന്നത് എംപ്ലോയി റെന്റ് കൊടുക്കുന്ന കേസിൽ മാത്രമാണ്. എംപ്ലോയി റെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ എക്സംഷൻ ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയുന്നൊരു പോയിന്റ്, എംപ്ലോയി റെന്റ് കൊടുക്കുന്നത് സാലറിയുടെ 10% കൂടുതലാവുന്ന കേസിൽ മാത്രമേ നമുക്ക് ഈ എക്സംഷൻ കിട്ടൂ. അതിൽ റെന്റ് പെയ്ഡ് സാലറിയുടെ 10% കുറവാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ HRA എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പം ഞാനിവിടെ HRA ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ആൽവിൻ is an employee in Chennai. He resides in a rented house for which he pays monthly rent rupees 4,000. He receives house rent allowance from the employer at the rate of rupees 5,500 per month. Along with HRA, his monthly salary consists of the following: basic pay ഉണ്ട് 12,000, DA ഉണ്ട് 4,000, യൂണിഫോം അലവൻസ് 200, ബോണസ് 1,000. കമ്പ്യൂട്ട് ടാക്സബിൾ പോർഷൻ ഓഫ് HRA ഇഫ് എനി. അതായത് ഇവിടെ ആൽവിൻ എന്ന് പറയുന്നത് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്. അപ്പോൾ പ്ലേസ് ഒന്ന് നോട്ട് ചെയ്യാം, കാരണം നമ്മൾ HRAയുടെ കണ്ടീഷനിൽ ആ പ്ലേസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞുതരാം. ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ പോർഷൻ ഓഫ് HRA. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയാം. ഒരു എമൗണ്ട് കോളം കാണിക്കുക കേട്ടോ, 1-2 എമൗണ്ട് കോളം കാണിക്കുക. ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. എത്രയാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്? നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കുക. ദ എംപ്ലോയർ അലവൻസസ് ഫ്രം ദ എംപ്ലോയർ, ഹൗസ് റെന്റ് അലവൻസസ് ഫ്രം ദി എംപ്ലോയർ അറ്റ് ദ റേറ്റ് ഓഫ് rupees 5,500 per month. അതായത് ഇയാൾക്ക് HRA ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടുന്നത് 5,500 ആണ് ഒരു മാസം. അപ്പോൾ എന്ത് ചെയ്യുക, 5,500 × 12 എത്രയാണ് കിട്ടുന്നത്? 66,000 ആണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. രണ്ടാമത്തെ കണ്ടീഷൻ, റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. ഓക്കെ, ആദ്യം റെന്റ് പെയ്ഡ് എത്രയാണെന്ന് നോക്കിയേ. He resides in a rented house for which he pays monthly rent of rupees 4,000. റെന്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കണം. 4,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പം 4,000 × 12, 48,000. റെന്റ് പെയ്ഡ് 48,000. ഇനി 10% ഓഫ് സാലറി ആണ് നമുക്ക് കാണേണ്ടത്. ലെസ് 10% ഓഫ് സാലറി. 10% ഓഫ് സാലറി കാണുമ്പോൾ സാലറി നമുക്ക് കണ്ടുപിടിക്കണം. സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ബേസിക് സാലറി എടുക്കും, DP എടുക്കും, DA എടുക്കും, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ എടുക്കും, ഒരു DA എടുക്കില്ല, ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ എടുക്കും. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസിക് പേ ഉണ്ട്, DA നമ്മൾ എടുക്കില്ല,
യൂണിഫോം അലവൻസ് എടുക്കില്ല, ബോണസ് എടുക്കില്ല. അപ്പോൾ ബേസിക് പേ മാത്രമേ ഉള്ളൂ. ബേസിക് പേ എത്രയാണ്? 12,000 ആണ് ഒരു മാസം. അപ്പോൾ 12 മാസത്തേക്ക് നമ്മൾ ചെയ്താൽ 1,44,000 രൂപയാണ് സാലറി എന്ന് പറയുന്നത്. 1,44,000 ആണ് ഒരു വർഷത്തേക്കുള്ള സാലറി. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 1,44,000-ന്റെ 10% 14,400. ഇത് 48,000 നിന്ന് 14,400 കുറക്കാം, 33,600. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ തോന്നും. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? 50% ഓഫ് സാലറി ഇൻ ദ കേസ് ഓഫ് ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത. ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത ആണെങ്കിൽ 50%, അതർ പ്ലേസ് ആണെങ്കിൽ 40%. ഇവിടെ ചെന്നൈയിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 50% ഓഫ് സാലറി. സാലറി എന്ന് പറയുമ്പോൾ ഏതാണ്? 1,44,000 ആണ് സാലറി. ഇതിൻ്റെ 50%. അതിൻ്റെ പകുതിയാണ് 72,000. 72,000. ഓക്കെ. നോക്കാം. ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ഏതാണ്? 66,000 ആണോ ലിസ്റ്റ്? 33,600 ആണോ ലിസ്റ്റ്? 72,000 ആണോ ലിസ്റ്റ്? ഏതാണ് ചെറുത്? 33,600 ആണല്ലേ. ലീസ്റ്റ് ഈസ് എക്സംപ്റ്റ്. ലിസ്റ്റ് ഏതാണ്? 33,600 ആണ് ലീസ്റ്റ് എമൗണ്ട്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA. ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എങ്ങനെ കാണും? ആക്ച്വലി നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 66,000 കിട്ടുന്നുണ്ട്. അതിൽ എത്ര എക്സംപ്റ്റ് ആണ്? 33,600 എക്സംപ്റ്റ് ആണ്. അപ്പൊ ടോട്ടൽ നമുക്ക് 66,000 കിട്ടുന്നുണ്ട്. 66,000-ൽ എത്രയാണ്? 33,600 എക്സംപ്റ്റ് ആണ്. ബാക്കി ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 32,400 ആണ്. ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത് ഈ കോളത്തിൽ തന്നെ കാണിക്കാം. ഔട്ടർ കോളത്തിൽ 32,400 കാണിച്ചാൽ മതി. ഞാൻ വേറെ ചെയ്തേ ഉള്ളൂ. ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത് ആക്ച്വലി റിസീവ് ചെയ്യുന്നതിൽ നിന്നും ലീസ്റ്റ് ആയ ഏറ്റവും ചെറിയ എമൗണ്ട് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 32,400 കിട്ടും. ഓക്കെ. പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 1-2 പ്രോബ്ലംസ് കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ ജോർജ്, എ റെസിഡന്റ് ഓഫ് ആഗ്ര, റിസീവ്സ് rupees 1,92,000 ആസ് ബേസിക് സാലറി ഡ്യൂറിംഗ് ദ ഇയർ 24-25. ഒരു വർഷത്തേക്കുള്ള സാലറിയാണ് 1,92,000. He get rupees 19,200 per annum as DA dearness allowance forming part of pay. DA ആണ്, DA forming part of pay ആണ്. 7% commission on sales made by him. Sales made by Mr. George during the year 24-25 was 86,000. ഒരു വർഷത്തേക്കുള്ള സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തത് 86,000 ആണ്. അതിൻ്റെ 7% കമ്മീഷൻ. ആൻഡ് rupees 24,000 per annum as HRA. HRA ആയിട്ട് റിസീവ് ചെയ്യുന്നത് 24,000. He pays rupees 21,500 per annum as rent. Compute the HRA exempt from tax. ഇതെല്ലാം നമുക്ക് ഒരു വർഷത്തേക്കുള്ളതാണ് തന്നിരിക്കുന്നത്. നല്ല ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് taxable amount of HRA. രണ്ട് എമൗണ്ട് കോളം കാണിക്കുക. ഫസ്റ്റ് നമുക്കറിയാം ലിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. നമ്മൾ സാധാരണ എഴുതുന്നതാണ് 3 കണ്ടീഷൻ. അതിൽ ഏറ്റവും ലീസ്റ്റ് എക്സംപ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. ആക്ച്വൽ എമൗണ്ട് ഏതാണ്? ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഏതാണ്? നോക്കിയേ, ക്വസ്റ്റ്യനിൽ നോക്കിയേ. ആൻഡ് rupees 24,000 per annum ആസ് HRA. അതായത് സെൻറ്റൻസ് മുഴുവനായിട്ട് നോക്കുക. ഹി ഗെറ്റ് rupees 19,200 per annum as DA forming part of pay കിട്ടുന്നുണ്ട്. 7% കമ്മീഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് 24,000 per annum as HRA. 12 കൊണ്ട് ഗുണിക്കേണ്ട കാര്യമില്ല. പെർ ആനം എന്നാണ്. ഒരു വർഷത്തേക്കാണ് 24,000 രൂപയാണ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. നമുക്കറിയാം റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആണ്. അപ്പോൾ ആദ്യം റെന്റ് പെയ്ഡ് നമുക്ക് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഹി പേസ് rupees 21,500 per annum as rent. അതും പെർ ആനം ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? ഇന്ദ്രക്കോളത്തിൽ ചെയ്ത 21,500. ഇനി നമുക്ക് എന്ത് കാണണം? 10% ഓഫ് സാലറി. റെന്റ് പെയ്ഡിന് 10% ഓഫ് സാലറി കുറക്കുന്നതാണ്. ഓക്കെ. 10% ഓഫ് സാലറി കാണണമെങ്കിൽ ആദ്യം സാലറി കാണണം. അപ്പോൾ സാലറി
സാലറി ഫോർ ദി പർപ്പസ് ഓഫ് HRA. സാലറി ഫോർ ദി പർപ്പസ് ഓഫ് HRA. നമുക്കറിയാം എന്താണ്, ബേസിക് സാലറി എടുക്കും, DP ഉണ്ടെങ്കിൽ എടുക്കും, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ഉണ്ടെങ്കിൽ എടുക്കും, ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ എടുക്കും. അപ്പോൾ ഇവിടെ ബേസിക് സാലറി ഉണ്ട്. ബേസിക് സാലറി എത്രയാണ്? 1,92,000 ആണ് ബേസിക് സാലറി. ദെൻ DP ഇല്ല, DA ഫോമിംഗ് പാർട്ട് ഉണ്ട്. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ് DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ? 19,200 പെർ ആനമാണ്. ഓക്കെ, അതും ഒരു വർഷത്തേക്കാണ് 19,200. പിന്നെ എന്തുണ്ട്? 7% കമ്മീഷൻ, അതാണ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടാർജറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കമ്മീഷൻ ഫിക്സ്ഡ് പെർസെൻറ്റേജ് എന്ന് എഴുതാം. ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഒരു വർഷത്തെ സെയിൽസ് ടാർജറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത് 86,000 ആണ്. ഇതിനെ നമ്മൾ ഒരു മാസത്തേക്കൊന്നും കാണണ്ട, കാരണം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബേസിക് സാലറിയും DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ളതാണ്. അതുകൊണ്ട് സെയിൽസ് ടാർജറ്റ് നമ്മൾ ഒരു വർഷത്തേക്കുള്ളത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ 86,000ന്റെ എത്രയാണ്? 7%, 7/100 ആണ് നമ്മൾ ചെയ്യുന്നത്. 86,000ന്റെ 7% എന്ന് പറയുമ്പോൾ 6,020 ആണ് വില. 6,020. ഓക്കെ, DP ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു 3 ഐറ്റം ആണ് എന്ത് ചെയ്യുക, ഇത് 3ഉം ആഡ് ചെയ്യുക. 1,92,000 ദെൻ 19,200. 2,17,220 ആണ് സാലറി. 2,17,220 ആണ് നമുക്ക് സാലറി കിട്ടുന്നത്. സാലറിയുടെ 10%, 2,17,220ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 0 പോകും. 21,722 ആണ് വരിക. 21,722. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഏതാണ് ചെറിയ എമൗണ്ട്? ഇവിടെ റെന്റ് പെയ്ഡ് ആണ് ചെറുത്. നമ്മൾ ഇതിന്റെ തിയറി പറയുന്ന സമയത്ത് പറഞ്ഞതാണ്, റെന്റ് പെയ്ഡ് കൂടുതലാവുന്ന, അതായത് 10% സാലറിയുടെ 10%-നേക്കാൾ റെന്റ് പെയ്ഡ് കൂടുതലാവണം, റെന്റ് കൊടുക്കുന്നത് കൂടുതലാവണം, എന്നാൽ മാത്രമേ നമുക്ക് എക്സംഷൻ കിട്ടും. ഈ ഒരു കേസിൽ റെന്റ് പെയ്ഡ് ആണ് കുറവ്. 21,500 ആണ് ചെറുത്. 21,722 ആണ് എന്താണ് നമുക്ക് 10% സാലറി. അപ്പോൾ ഇവിടെ 10% ഓഫ് സാലറി ആണ് കൂടുതൽ. നമ്മൾ പറഞ്ഞത് എന്താണ്, റെന്റ് പെയ്ഡ് കൂടുതലാവുന്ന കേസിലാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ റെന്റ് പെയ്ഡ് കുറവാണെങ്കിൽ, റെന്റ് പെയ്ഡ് സാലറിയുടെ 10%-നേക്കാൾ കുറവാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഫിഗർ ആണ് കിട്ടുക. അപ്പൊ മൈനസിന് പകരം നമ്മൾ കാണിക്കുക നിൽ എന്നാണ്, അഥവാ നിൽ എന്ന് പറഞ്ഞാൽ 0 എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇത് റെന്റ് പെയ്ഡ് സാലറിയുടെ 10%-നേക്കാൾ കുറവാവുന്ന കേസിൽ നമുക്ക് എക്സംഷൻ ഇല്ല, നമുക്ക് ക്ലിയർ ആക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ, അതായത് റെന്റ് പെയ്ഡിൽ നിന്ന് സാധാരണ നമ്മൾ 10% ഓഫ് സാലറിയാണ് കുറയ്ക്കുക. അപ്പം അങ്ങനെ കുറക്കുന്ന സമയത്ത് ഇവിടെ മൈനസ് വരും. അപ്പം അതിന് പകരം നമ്മൾ നിൽ എന്നാണ് കാണിക്കുക. 3ാമത്തെ കേസ് എന്താണ്? ഇവിടെ നോക്കിയേ, നമ്മൾ പറഞ്ഞത് 50% ഓഫ് സാലറി ഇൻ ദ കേസ് ഓഫ് മുംബൈ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത. അതർ പ്ലേസിലാണെങ്കിൽ 40%. ഇവിടെ നമുക്ക് സ്ഥലം തന്നിരിക്കുന്നത് ആഗ്രയാണ്. ആഗ്ര നമ്മൾ എന്താണ്, ഈ പറയുന്ന 4 സിറ്റിയിൽ പെടുന്നതല്ല. അപ്പോൾ ആഗ്ര എന്ന് പറയുമ്പോൾ 40% ഓഫ് സാലറിയാണ് എടുക്കുക. 40% ഓഫ് സാലറി. 40% സാലറി എത്രയാണ്? 2,17,220ന്റെ 40%. 2,17,220ന്റെ 40% എന്ന് പറയുമ്പോൾ 86,888. 86,888 ആണ് നമുക്ക് കിട്ടുക. 40% സാലറി എന്ന് പറയുന്നത് 86,888 ആണ് നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സാധാരണ നമ്മൾ എഴുതുന്ന പോലെ ലീസ്റ്റ് ഈസ് എക്സംപ്റ്റ്. ഇത് നോക്കിയേ, ഏതാണ് ഇവിടെ ലീസ്റ്റ്? പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ 24,000 ആണ് ചെറുതെന്ന് പറഞ്ഞ് എഴുതും. 24,000 അല്ല, ഇവിടെ ലീസ്റ്റ് എന്ന് പറയുന്നത് നെല്ലാണ് ലീസ്റ്റ്. ഓക്കെ, നെല്ലെന്ന് പറഞ്ഞാൽ 0 ആയിട്ട് നമ്മൾ കാണിക്കുന്ന വാല്യൂ ആണ് ഇവിടെ ലീസ്റ്റ്. ചെറുതെന്ന് പറഞ്ഞത് 24,000 അല്ല. അപ്പോൾ ലീസ്റ്റ് ഈസ് നെൽ. ലീസ്റ്റ് ഈസ് നെൽ. ലീസ്റ്റ് എന്താണ്? നെല്ലാണെങ്കിൽ അതിനർത്ഥം നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് ആയത് കുറക്കും. ഇപ്പൊ ഇവിടെ 24,000 0 കുറച്ച് കഴിഞ്ഞാൽ 24,000 തന്നെ കിട്ടും. അതിനർത്ഥം ഇവിടെ എക്സംഷൻ ഇല്ല, ഫുൾ എമൗണ്ടും ടാക്സബിൾ ആണ് എന്നാണ്. അതായത് നെല്ല് നമുക്കിപ്പോൾ എന്താണ്, ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണിക്കുക ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് ലീസ്റ്റ് എമൗണ്ട് കുറക്കും. ഇവിടെ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ നെല്ലാണ്, അഥവാ 0 ആണ്. അപ്പൊ അത് കുറച്ചാൽ നമുക്ക് എത്ര തന്നെ കിട്ടും? 24,000 തന്നെ കിട്ടും. അപ്പൊ അതിനർത്ഥം ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, റെന്റ് പെയ്ഡ് സാലറിയുടെ 10%-നേക്കാൾ കുറവാണെങ്കിൽ, ഇവിടെ കുറവാണ്, ചെറുതാണ്,
കുറവാണെങ്കിൽ നമുക്ക് ഈ കേസിൽ എക്സംഷൻ ഇല്ല. എക്സംഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കിട്ടുന്ന മുഴുവൻ എമൗണ്ടിനും എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. എക്സംഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എത്രയാണോ HR റിസീവ് ചെയ്യുന്നത് അതിന് മൊത്തമായിട്ട് എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. അതാണ് ഇവിടെ നമ്മൾ നില്ലെന്ന് കാണിച്ചു. അപ്പൊ ടാക്സബിൾ എമൗണ്ട് 24,000 രൂപ കിട്ടുന്നുണ്ട്. എക്സംഷൻ ഇല്ല. എക്സംഷൻ ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? അതിൽ നിന്നും നമുക്ക് കുറവ് കിട്ടുന്നില്ലെങ്കിൽ ഫുൾ എമൗണ്ടും 24,000 ടാക്സബിൾ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ 24,000 ടാക്സബിൾ ആണ്. ഇതിങ്ങനെ വരാൻ കാരണം റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് സാലറിയുടെ 10%-നേക്കാൾ കുറവാണ്. അപ്പൊ ഇങ്ങനെ കുറവാണെങ്കിൽ നമുക്ക് എക്സംഷൻ ഇല്ല, ഫുൾ എമൗണ്ടും ടാക്സബിൾ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതല്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും നില്ലെന്ന് കണ്ടാൽ നില്ലാണ് ലിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്ര? 24,000. ആക്ച്വൽ എമൗണ്ട് ഓഫ് HR തന്നെയാണ്. അത് മുഴുവനും ടാക്സബിൾ ആണ്. ഇവിടെ എക്സംഷൻ ഇല്ല. മുഴുവൻ എമൗണ്ട് 24,000 ടാക്സബിൾ ആണെന്ന് നമുക്ക് കിട്ടും. ഈ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. The following details compute taxable amount of HRA in respect of Mr. Anoop, an employee of a limited company in Mumbai. സ്ഥലം ശ്രദ്ധിക്കുക. മുംബൈ ആണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷനിൽ എത്ര വരും? 50%. ദെൻ സാലറി വന്നിട്ടുണ്ട്. ബേസിക് പേ 7,500 പെർ മന്ത്, DP ഡിയർനെസ് പേ 10,000 പെർ മന്ത്, DA 2,000 പെർ മന്ത്, അഡ്വാൻസ് സാലറി 24,900, അരിയേഴ്സ് ഓഫ് സാലറി 40,000, ഫിക്സ്ഡ് കമ്മീഷൻ 14,400, കമ്മീഷൻ 3% ഓൺ സെയിൽസ് ടാർഗറ്റ് അച്ചീവ്ഡ് ബൈ ഹിം 1 lakh. പിന്നെ ഹൗസ് റെന്റ് അലവൻസ് വന്നിട്ടുണ്ട്. റെന്റ് പെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ ഇയർ എമൗണ്ട് ടു 36,000. അത് റെന്റ് പെയ്ഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA കാണുമ്പോൾ സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ എടുക്കണം? ബേസിക് പേ എടുക്കണം, ദെൻ DP ഡിയർനെസ് പേ എടുക്കണം, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ മാത്രം. വെറും DA നമുക്ക് എടുക്കാൻ പറ്റില്ല. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ മാത്രമേ എടുക്കാൻ പറ്റൂ. പിന്നെ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ആണ്. ഫിക്സ്ഡ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ഒരു സെയിൽസ് ടാർഗറ്റ് ഉണ്ടായിരിക്കണം. സെയിൽസ് ടാർഗറ്റിന്റെ മുകളിൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കമ്മീഷൻ എടുക്കാൻ പറ്റൂ. അല്ലാതെ ഫിക്സ്ഡ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷനാണ് നമ്മൾ പറയുന്നത്. അത് സെയിൽസ് ടാർഗറ്റിന് മുകളിൽ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എന്ന് തന്നിരിക്കണം. ആ കമ്മീഷൻ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളിവിടെ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് taxable amount of HRA. ഓക്കെ, 2 എമൗണ്ട് ഗുണം കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA നമുക്ക് എവിടെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? നോക്കിയേ, 8ാമത്തെ പോയിന്റ് നോക്കിയേ. ഹൗസ് റെന്റ് അലവൻസ് റുപ്പീസ് 36,000. ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് 36,000 രൂപയുണ്ട്. അതാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. ഇവിടെ ശ്രദ്ധിക്കണം, റെന്റ് പേരും 36,000 ആണ് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇവിടെ ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത് 36,000 ആണ്. ഹൗസ് റെന്റ് അലവൻസ് എന്ന് തന്നിരിക്കുന്ന എമൗണ്ട് ആണ് 36,000. ഔട്ടർ കോളത്തിൽ കാണിക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. നമുക്കറിയാം ക്വസ്റ്റ്യൻ എംപ്ലോയി റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സംഷൻ കിട്ടൂ. റെന്റ് പെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദ ഇയർ എമൗണ്ട് ടു 36,000. റെന്റ് കൊടുക്കുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആണ് നമ്മൾ പറയുന്നത്. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഓക്കെ, റെന്റ് പെയ്ഡ് എത്രയാണ് ക്വസ്റ്റ്യനിൽ? 36,000 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇന്നർ കോളത്തിൽ കാണിക്കും 36,000. റെന്റ് പെയ്ഡ് തന്നിരിക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ടും സെയിം ആണ്, രണ്ടും ഒരേ എമൗണ്ട് ആണ്. നമുക്ക് HRAയുടെയും റെന്റ് പെയ്ഡും ഒരേ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെന്റ് പെയ്ഡ് 36,000 പ്ലസ് 10% സാലറി ആണ്. ഇത് നമ്മൾ 10% കണ്ടുപിടിക്കുന്നതിന് മുമ്പേ സാലറി കാണണം. സാലറി ഫോർ ദി പർപ്പസ് ഓഫ് HRA എന്ന് പറയുമ്പോൾ ഒന്ന് ബേസിക് സാലറി. ബേസിക് സാലറി ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. ബേസിക് പേ 7,500 പെർ മന്ത് ആണ്. അപ്പോൾ 7,500 ഇൻറ്റു 12 നമ്മൾ ചെയ്യണം. 7,500 ഇൻറ്റു 12 90,000 വരും. 90,000. രണ്ടാമത്തെ എന്താണ്? DP ഡിയർനെസ് പേ. നമുക്ക് DP നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. 1000 പെർ മന്ത് ആണ്. 1000 ഇൻറ്റു 12 12,000. മൂന്നാമത്തെ DA നമുക്ക് എടുക്കാൻ പറ്റുമോ? വെറും DA എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ മാത്രമേ എടുക്കാൻ പറ്റൂ. അഡ്വാൻസ് സാലറി എടുക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ഒരു ഐറ്റം പറഞ്ഞിട്ടേ ഇല്ല അല്ലേ.
അരിയേഴ്സ് ഓഫ് സാലറി എടുക്കാൻ പറ്റില്ല. ഫിക്സ്ഡ് കമ്മീഷൻ എടുക്കാൻ പറ്റുമോ? ഫിക്സ്ഡ് കമ്മീഷൻ എടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞത് എന്താണ്? ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടാർഗറ്റ് ആണ്. നമുക്ക് ഏഴാമത്തെ ഐറ്റം കൊടുക്കുക, കമ്മീഷൻ 3%. അഥവാ മൂന്നാമത്തത് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ. ഓക്കെ, അത് നമുക്ക് ഒരു വർഷത്തേക്ക്, ഇതൊക്കെ നമ്മൾ ഒരു വർഷത്തേക്കാണ് കാണുന്നത്. ബേസിക് സാലറിയും DP ഒക്കെ നമ്മൾ ഒരു വർഷത്തേക്കാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള സെയിൽസ് ടാർഗറ്റ് എന്ത്? സെയിൽസ് ടാർഗറ്റ് അച്ചീവ്ഡ് ബൈ ഹിം 1 lakh, ഒരു വർഷത്തേക്കുള്ളതാണത്. അപ്പോൾ ഒരു വർഷത്തേക്കുള്ളതിൻ്റെ 3% ആണ് കമ്മീഷൻ. അപ്പോൾ 1,00,000-ൻ്റെ 3% കമ്മീഷൻ വരാം. ഓക്കെ, അപ്പോൾ 1000 × 3 3000 രൂപയാണ് നമുക്ക് കമ്മീഷൻ വരുന്നത്. ഓക്കെ, കഴിഞ്ഞില്ലേ? നമുക്ക് ഇവിടെ DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കണ്ട. അപ്പോൾ 90,000 പ്ലസ് 12,000 പ്ലസ് 3000, 1,50,000 ആണ് നമുക്ക് സാലറി വരുന്നത്. 1,50,000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 1,50,000-ൻ്റെ 10% എന്ന് പറയുന്നത് 10,500 ആണ്. ഒരു 0 കുറച്ചാണ്. 36,000-ൽ നിന്ന് 10,500 കുറയ്ക്കും. ഇത് നമുക്ക് കുറക്കാം, കാരണം റെന്റ് പേരാണ് കൂടുതലുള്ളത് അല്ലേ. 25,500. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 50% ഓഫ് സാലറി ഇൻ ദ കേസ് ഓഫ് മുംബൈ, ഡൽഹി, ചെന്നൈ ആൻഡ് കൊൽക്കത്തയാണ്. ഇതിൽ നോക്കി അതർ പ്ലേസിലാണ് 40%. ഇവിടെ നമുക്ക് എവിടെ സ്ഥലം തന്നിരിക്കുന്നത്? മുംബൈ ആണ് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ പറഞ്ഞതാണ് മുംബൈ ആണ്. അപ്പോൾ 50% ഓഫ് സാലറി. 50% ഓഫ് സാലറി ഏതാണ്? സാലറി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 1,50,000-ൻ്റെ 50%, അതായത് 1,50,000-ൻ്റെ പകുതി എന്ന് നമുക്ക് പറയാം. എത്ര വരും? 52,500. 52,500 നമുക്ക് വരാം. ഓക്കെ, ഇനി ഇതിൽ നോക്കാം ഏതാണ് കുറവ്, ഏതാണ് ചെറുത്. ഏതാ ചെറുത്? 36,000 ആണോ? 25,500 ആണോ? 52,500 ആണോ ചെറുത്? 25,500 ആണ് ചെറുത്. ലീസ്റ്റ് ഈസ് എക്സംപ്റ്റ്. അപ്പോൾ ഏത് എമൗണ്ട് എക്സംപ്റ്റ്? 25,500 ഈസ് എക്സംപ്റ്റ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ടാക്സബിൾ എമൗണ്ട് അങ്ങനെ കണ്ടുപിടിക്കാം. ടാക്സബിൾ എമൗണ്ട് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? ആക്ച്വൽ എമൗണ്ടിൽ നിന്ന്, അതായത് ആക്ച്വലി റിസീവ് ചെയ്യുന്നത് എത്രയാണ്? 36,000-ൽ നിന്ന് എക്സംപ്റ്റഡ് എമൗണ്ട് എത്രയാണ്? 25,500 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത്. 36,000-ൽ നിന്ന് 25,500 കുറച്ചാൽ കിട്ടുന്ന 10,500 ആണ് നമ്മുടെ ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ലീസ്റ്റ് 25,500 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതല്ല ആൻസർ. ആക്ച്വലി നമുക്ക് 36,000 രൂപ കിട്ടുന്നുണ്ട് HRA ആയിട്ട്. അതിൽ നിന്ന് 25,500-ന് ടാക്സ് കൊടുക്കണ്ട, അത് എക്സംപ്റ്റഡ് ആണ്. അതിനർത്ഥം 36,000-ൽ നിന്ന് 25,500 കുറച്ച് ബാക്കി 10,500-ന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ഇതിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. ഞാൻ ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ പ്രവീൺ ഇസ് എ ഗവൺമെന്റ് എംപ്ലോയി ഇൻ കൊൽക്കത്ത. ഹി വാസ് റിസൈഡിംഗ് ഇൻ ഹിസ് ഓൺ ഹൗസ്. With effect from 1/8/2024, he was transferred to Patna, where he took a rented house for rupees 4,500 per month. Salary as follows: basic pay 22,000 per month, DA includable for retirement benefit, അതായത് ഫോമിംഗ് പാർട്ട് ഓഫ് പേ തന്നെയാണ്, rupees 4,000 per month, HRA 2,500 per month, compute taxable HRA if any എന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് എംപ്ലോയി എന്ന് കണ്ടിട്ട് HRA എക്സംപ്റ്റ് എന്ന് എഴുതി വെച്ചേക്കരുത്. കാരണം HRAയുടെ കേസിൽ എല്ലാ എംപ്ലോയിക്കും ഒരേപോലെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷനാണ്. ഒന്ന് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്, രണ്ടാമത്തത് rent paid over 10% of salary, മൂന്നാമത്തത് 50% of salary in മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് 40% in other places. ഇവിടെ റെന്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം നോക്കണം. ഓക്കെ, വിത്ത് എഫക്ട് ഫ്രം 1/8/2024 he was transferred to Patna, where he took a rented house for rupees 4,500 per month. റെന്റഡ് ഹൗസ് എടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ റെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA received. Actual amount of HRA received. Actual amount of HRA എത്രയാണ്?
2500 പെർ മന്താണ് HRA എന്ന് തന്നിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2500 ഇൻറ്റു 12 ഒരു വർഷത്തേക്കുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു വർഷത്തേക്ക് തന്നെയാണ് HRA കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2500 ഇൻറ്റു 12 മാസത്തേക്ക് തന്നെയാണ്. ഇവിടെ 8 മാസത്തേക്കല്ല നമ്മൾ എന്താണ് HRA കിട്ടുന്നത്, ഒരു വർഷത്തേക്കുള്ള HRA ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 2500 പെർ മന്ത് എന്ന് പറയുമ്പോൾ 2500 ഇൻറ്റു 12 തന്നെ ചെയ്യാം. രണ്ടാമത്തെ കേസ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി ആണ്. അതിലാദ്യം റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് റെന്റ് കൊടുക്കുന്നതായിട്ട് പറയുന്നത് നോക്കിയേ. 4500 പെർ മന്ത് ആണ് റെന്റ് പെയ്ഡ്. 4500 പെർ മന്ത് ആണ്. അപ്പം നമുക്കിവിടെ റെന്റ് പെയ്ഡ് 4500 ഇൻറ്റു നോക്കാം. എപ്പോഴാണ് റെന്റഡ് ഹൗസിലോട്ട് മാറുന്നത്? 1/8/2024 റെന്റഡ് ഹൗസിലോട്ട് മാറുന്നത്. അതായത് 8ാം മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 8 മാസത്തേക്കാണ് നമ്മൾ റെന്റ് കൊടുക്കുന്നത്. അപ്പോൾ 4500 ഇൻറ്റു 8 മാസമാണ്. അതായത് ഓഗസ്റ്റ് 1 മുതൽ മാർച്ച് 31 വരെ 36,000 രൂപയാണ് റെന്റ് പെയ്ഡ് വരുന്നത്. റെന്റ് പെയ്ഡ് എന്താ പറയുക, ലെസ് 10% ഓഫ് സാലറിയാണ്. റെന്റ് പെയ്ഡ് ലെസ് 10% ഓഫ് സാലറിയാണ്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സാലറി കണ്ടുപിടിക്കണം. സാലറി കാണുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എത്രയാണോ പീരീഡ്, ആ പീരീഡിലേക്കുള്ള സാലറിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ പീരീഡ് എന്ന് പറയുമ്പോൾ അതായത് ഓഗസ്റ്റ് 1 മുതൽ മാർച്ച് 31 വരെയുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക് പേ എടുക്കണം, DP ഉണ്ടെങ്കിൽ എടുക്കണം, DA ഫോമിംഗ് പാർട്ട് ഉണ്ടെങ്കിൽ എടുക്കണം, ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ എടുക്കണം. ഈ ക്വസ്റ്റ്യനിൽ ബേസിക് പേയും DA ഇൻക്ലൂഡീവ് ഫോർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നാണ്, അത് നമുക്ക് എടുക്കാം. ഫോമിംഗ് പാർട്ട് ഓഫ് പേ തന്നെയാണ്. അപ്പോൾ ഒന്ന് 22,000 ആണ് ബേസിക് സാലറി, 22,000 8ഉം. ദെൻ DA എന്ന് പറയുന്നത് 4,000 ഇൻറ്റു 8 ആണ്. ഓക്കെ, ഒന്ന് 22,000 ഇൻറ്റു 8 1,76,000. 4,000 ഇൻറ്റു 8 32,000 ആണ് വരിക. 1,76,000 32,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,08,000 ആണ് നമുക്ക് സാലറി വരുന്നത്. അതായത് 8 മാസത്തേക്കുള്ള സാലറിയാണ് നമ്മളിവിടെ കാണുന്നത്. ആ റെലവൻറ്റ് പീരീഡിലേക്കുള്ളത് മാത്രമേ നമ്മൾ സാലറി കാണേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ റെന്റ് പെയ്ഡ് നമ്മൾ 8 മാസത്തേക്കല്ലേ എടുക്കുന്നത്. അപ്പോൾ 2,08,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 2,08,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 20,800 ആണ് വരിക. 20,800. 36,000-ൽ നിന്ന് 20,800 നമ്മൾ കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15,200 ആണ്. അതായത് 36,000-ൽ നിന്ന് 20,800 നമ്മൾ കുറക്കുമ്പോൾ 15,200 കിട്ടും. മൂന്നാമത്തെ കേസ് നമുക്കറിയാം, ഇത് കൊൽക്കത്തയാണ്. അപ്പോൾ എത്രയാണ്? 50% ഓഫ് സാലറി ആണ് വരിക. 50% ഓഫ് സാലറി എന്ന് പറയുന്നത് 2,08,000-ൻ്റെ തന്നെയാണ്. 2,08,000-ൻ്റെ 50% എന്ന് പറയുമ്പോൾ 2,08,000-ൻ്റെ 50% എന്ന് പറയുമ്പോൾ എത്ര വരും? 1,04,000 രൂപയാണ്. ഇനി നോക്കാം ഏതാണ് ഇതിൽ ലീസ്റ്റ്. 15,200 ആണ് ഇതിൽ ലീസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് 15,200 ആണ്. അപ്പോൾ ഇത് ലീസ്റ്റ് ഈസ് exempt. List is exempt. So therefore 15,200 is exempt. 15,200 is exempt. Therefore taxable amount എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? taxable amount is equal to, ആക്ച്വലി നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? ഒരു വർഷത്തേക്ക് 30,000 രൂപ കിട്ടുന്നുണ്ട്. 30,000-ൽ നിന്ന് എത്ര ലീസ്റ്റ് ആയിട്ടുള്ള 15,200 കുറക്കുക. 30,000-ൽ നിന്ന് 15,200 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 14,800 ആണ് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത്. 14,800 ആണ് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് തന്നെ ചെയ്യണം. നമ്മൾ റെന്റ് പെയ്ഡും അതേപോലെ സാലറി കാണുമ്പോഴാണ് റെലവൻറ്റ് പീരീഡ് നമ്മൾ കാണുന്നത്. ആക്ച്വൽ എമൗണ്ട് ഇൻറ്റു 12 തന്നെ ചെയ്യണം. ഒരു വർഷത്തേക്കുള്ളതാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തേക്കുള്ളത് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കുക. ആക്ച്വൽ എമൗണ്ടിൽ നിന്നും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓർക്കുമ്പോൾ നമുക്ക് 14,800 കിട്ടും. ഈ ഒരു രീതിയിലാണ് HRA ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.